സായ്കുമാർ 2025 തന്നെ ഇത് 4 സിനിമകളാണ് ഈ വെട്ടിക്കൂട്ടിയിരിക്കുന്നത്. പല വാക്കുകളും നീക്കം ചെയ്യണമെന്ന് അറിയിച്ചുകൊണ്ട് സിനിമ അണിയറ പ്രവർത്തകരെ വലിയ പ്രതിസന്ധിയിലേക്ക് സെൻസർ ബോർഡ് കൊണ്ടുപോയി. നമുക്കറിയാം, സിനിമകളിലേക്ക് ഓരോന്നായി വരികയാണെങ്കിൽ എമ്പുരാൻ, ഹാല്, പ്രൈവറ്റ്, ഏറ്റവും ഒടുവിലായി ഉള്ള സിനിമകളുടെ സംവിധായകരടക്കം പ്രതികരിക്കുകയുണ്ടായി നമ്മളോട് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം. തുടർച്ചയായി ഇത്തരത്തിൽ സിനിമകളെല്ലാം ഇങ്ങനെ സെൻസർ ബോർഡ് വെട്ടിക്കൂട്ടുന്നതിന് കാരണം എന്താണ്? ഇത് ഇപ്പോൾ പലതരത്തിൽ ചോദ്യം ചെയ്യപ്പെടലുകൾക്കും വലിയ ചർച്ചകൾക്കും കാരണമാകുന്ന സാഹചര്യത്തിൽ സെൻസർ ബോർഡ് ഇതിൽ എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ? റോഷ്നി, തീർച്ചയായും ഇത് വെറും വെട്ട് എന്ന് പറഞ്ഞാൽ പോരാ, കടും വെട്ട് തന്നെയാണ് സിനിമയിൽ സെൻസർ ബോർഡ് നടത്തുന്നത് എന്ന് പറയേണ്ടി വരും. അതിന് എത്രയോ ഉദാഹരണങ്ങൾ സമീപകാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. മലയാള സിനിമയിൽ ഇപ്പോൾ റോഷ്നി പറഞ്ഞ പ്രധാനപ്പെട്ട സിനിമകൾ തന്നെ ഇത്തരത്തിൽ സെൻസർ ബോർഡിൻ്റെ വെട്ടിന് ഇരയായിക്കൊണ്ട് അതിൻ്റെ പ്രതിഷേധം പരസ്യമായി രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ പരസ്യമായി പ്രതിഷേധം രേഖപ്പെടുത്താതെ സെൻസർ ബോർഡിൻ്റെ കട്ട് അതേപോലെ തന്നെ സമ്മതിച്ചു കൊടുത്ത് സിനിമകൾ റിലീസ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യവുമുണ്ട്. എത്ര പ്രതിഷേധമുണ്ടായാലും ഇത്തരം തീരുമാനങ്ങളിൽ നിന്ന്, നടപടികളിൽ നിന്ന് സെൻസർ ബോർഡ് പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെൻസർ ബോർഡ് എന്നുള്ളത് ഒരു സിനിമയുടെ അത് വിലയിരുത്തി അതിന് അനുവാദം കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ സിനിമയിൽ എന്ത് ചിത്രം ഉപയോഗിക്കണം, ഏത് വാക്കുകൾ ഉപയോഗിക്കണം, ഏത് ഭക്ഷണ സാധനങ്ങൾ കാണിക്കണം എന്നതൊന്നും വിലയിരുത്താനോ പരിശോധിക്കാനുള്ള അനുമതിയൊന്നും സെൻസർ ബോർഡിനില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ പോലും ഈ അടുത്ത് നമ്മൾ കാണുകയുണ്ടായി. ഇനി ഏറ്റവും ഒടുവിലായി ഇപ്പോൾ 2 സിനിമകളാണ് ഈ അടുത്ത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതിലൊന്ന് പ്രൈവറ്റ് ആണ്. ഇപ്പോൾ ഈ അടുത്ത തിയേറ്ററിലെത്തിയ പ്രൈവറ്റ് എന്ന സിനിമ, ഇന്ദ്രൻസും മീനാക്ഷിയും പ്രധാന വേഷത്തിലെത്തിയ ഈ സിനിമയിൽ നിരവധി വെട്ടാണ് സെൻസർ ബോർഡ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ തന്നെ എല്ലാ ചിത്രീകരണവും എഡിറ്റിങ്ങും ഒക്കെ പൂർത്തിയായി സെൻസർ ബോർഡിൻ്റെ അനുമതിക്കായി കാത്തു നിൽക്കുകയായിരുന്നു. ഏകദേശം 9ഓളം ഭാഗങ്ങളിൽ വെട്ടിയാണ് ഇപ്പോൾ ഈ സിനിമ ഇപ്പോൾ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ വളരെ വിചിത്രമായി തോന്നും റോഷ്നി, ഇതിൽ സെൻസർ ബോർഡ് കട്ട് ചെയ്യാൻ പറയുന്ന ഭാഗങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് വളരെ വിചിത്രമായി തോന്നും. അതിൽ പൗരത്വ ബില്ലിനെ കുറിച്ച് പറയാൻ പാടില്ല, ഹിന്ദി സംസാരിക്കുന്നവർ, ബീഹാർ, രാമരാജ്യം തുടങ്ങിയ വാക്കുകൾ ഇതൊക്കെ ഒഴിവാക്കണം എന്ന നിർദ്ദേശമാണ്. അതിന് പകരം നിങ്ങൾ മറ്റു വാക്കുകൾ കണ്ടെത്തിക്കോളൂ, അല്ലെങ്കിൽ അതിനെ സ്നേഹിക്കുന്ന ആളുകളുടെ മനസ്സിന് വേദനയുണ്ടാക്കും എന്നൊക്കെയുള്ള വിചിത്ര കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇതിൽ പൗരത്വ ബില്ല്, ഹിന്ദി സംസാരിക്കുന്നവർ, ബീഹാർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെട്ടിമാറ്റാൻ പറയുന്നത്. അതോടൊപ്പം അതിൽ തന്നെ ഒരു സംഘടനയുടെ പേര് RNS എന്നാണ് അത് പറയുന്നത്. അതുകൊണ്ട് അതും മാസ്ക് ചെയ്യണം എന്നുള്ളതാണ് സെൻസർ ബോർഡ് പറയുന്നത്. അങ്ങനെ ഹിന്ദിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സംഘപരിവാരവുമായി ബന്ധമുണ്ടാകുന്ന വാക്കുകളോ കാര്യങ്ങളോ ഒക്കെ വെട്ടാൻ നിർബന്ധിക്കുകയാണ്. ഇതാണ് പ്രൈവറ്റ് സിനിമയെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വാദമായിട്ടുള്ള ഹാൽ സിനിമയ്ക്കും സമാനമാണ്. അതിൽ ബിരിയാണി കഴിക്കുന്ന ഒരു സീനുണ്ട്, അത് മാറ്റണം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 15 രംഗങ്ങൾ മാറ്റണം എന്നുള്ളത്, അതായത് ഒരു സിനിമയുടെ കഥാഗതിയെ തന്നെ പൂർണ്ണമായും വഴിതിരിച്ചു വിടുന്ന രീതിയിലേക്ക് ആ കടും വെട്ടുകൾ മാറുകയാണ്. എന്താണോ സംവിധായകൻ ആ കലാരൂപം കൊണ്ട് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ കഥാകൃത്ത് ഉദ്ദേശിച്ചത്, ആ രീതിയിൽ ഒരു ഔട്ട്, ആ കല പ്രദർശിപ്പിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ സെൻസർ ബോർഡിൻ്റെ വെട്ടുകൾ വരികയാണ്. ഈ ഹാൽ എന്നുള്ള സിനിമയിൽ ധ്വജപ്രണാമം, സംഘം കാവലുണ്ട്, സുൽത്താൻ ബത്തേരിക്ക് പകരം ഗണപതി വട്ടം എന്ന പേരൊക്കെ ഉപയോഗിക്കണം. ഈ ഗണപതി വട്ടം എന്ന പേരൊക്കെ ആരാണ് ഇവിടെ ചർച്ചയാക്കിയതെന്നും അതൊക്കെ ആരുടെ ആഗ്രഹമാണ് എന്നൊക്കെ നമുക്കറിയാം. അതായത് ആ ഒരു വിഭാഗത്തിന് വേദന ഉണ്ടാക്കുന്നതൊന്നും ഇവിടെ കാണിക്കേണ്ടതില്ല എന്ന ഒരു ഏകാധിപത്യ പ്രവണതയാണ് ഇത്തരത്തിൽ സെൻസർ ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്യുന്നത്. ഇത് കേരളത്തിൽ മാത്രമല്ല, എല്ലായിടത്തും ഈ രീതിയിലുള്ള കടുംവെട്ട് അവർക്കെതിരെ ഉണ്ടാകുന്നത്. കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ സിനിമയ്ക്കടക്കം ഈ അടുത്ത് വന്നതും നമ്മൾ കണ്ടു. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയിൽ ജാനകി എന്ന പേര് ഉപയോഗിക്കാൻ കഴിയില്ല, പകരം വി ജാനകി എന്ന പേരിലേക്ക് അവർക്കത് മാറ്റേണ്ടി വന്നു. അവരത് സ്വാഭാവികമായും മാറ്റി. അതോടൊപ്പം എമ്പുരാൻ സിനിമയ്ക്ക് സംഭവിച്ചത് ആദ്യം സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും പിന്നീട് RSS തന്നെ ഔദ്യോഗികമായി അവരുടെ മാസിക വഴിയൊക്കെ വലിയ വിമർശനം ഉന്നയിച്ചതിന് ശേഷം സിനിമയിൽ വെട്ടൽ വരുത്തേണ്ടി വന്നു. ആ സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും നടനുമൊക്കെ പരസ്യമായി മാപ്പ് പറയേണ്ടി വന്നു. അപ്പോൾ എത്ര ഉന്നതരായാലും തങ്ങൾക്ക് ഹിതകരമല്ലാത്ത എന്തെങ്കിലും ഇത്തരം കലാരൂപങ്ങളിൽ ഉണ്ടെങ്കിൽ അത് കാണിക്കാൻ കഴിയില്ല. മുൻപൊക്കെ നമ്മൾ ഹിറ്റ്ലറിൻ്റെയൊക്കെ രീതിയിലാണ്, അതായത് തനിക്ക് ഉള്ള പുകഴ്ത്തലുകൾ മാത്രം മതി, ഏതെങ്കിലും ഇത്തരത്തിൽ വിമർശിക്കുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ അത് പൂർണ്ണമായും ആളുകളിലേക്ക് എത്തരുത്. സിനിമ എന്ന മാധ്യമം ആളുകൾക്കിടയിൽ ഉണ്ടാക്കാവുന്ന ഇമ്പാക്റ്റ് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അത് തങ്ങൾക്ക് നെഗറ്റീവായി മാറുമോ എന്ന ആശങ്കയാണ് ഇത്തരത്തിൽ വിരളി പിടിച്ചുകൊണ്ട് സെൻസർ ബോർഡിനെ പോലെയുള്ള ഒരു ഭരണ സംവിധാനത്ത് ഉപയോഗിച്ചുകൊണ്ട് ഈ കടും വെട്ടുകൾ നടത്തുന്നത്. അതുകൊണ്ട് ഇത് തങ്ങളുടെ കലയിൽ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്
എന്ന ഒരു വിമർശനവും പരാതിയുമാണ് ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഉയർന്നു കേൾക്കുന്നത്. ഇത് ഓരോ സിനിമകൾക്ക് കടുംവെട്ടുണ്ടാകുമ്പോഴും ആ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും സെൻസർ ബോർഡ് അവരുടെ കത്രികയുടെ മൂർച്ച കുറയ്ക്കുന്നില്ല. ഇപ്പോഴും ആ കടുംവെട്ട് അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് സായ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. രാഷ്ട്രീയ ചോദ്യങ്ങൾ തന്നെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷയമാണിത്.